نتوسل بالحبابة والبتول المستطابة والنبي ثم الصحابة فعسى دعوى مجابة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جاء رجل إلى رسول الله صلى الله عليه وسلم من بين يديه. ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻ വശത്തുകൂടെ വന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹി മദ്ദീൻ, എന്താണ് അള്ളാഹുവിൻ്റെ ദൂതരെ മതം എന്ന് പറഞ്ഞാൽ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖാണ് മതം എന്ന് പറഞ്ഞാൽ. ഫതാഹു മിൻ ഖിബലി യമീനിഹി, ആ മനുഷ്യൻ തൊട്ടുടനെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വലതുവശം വരികയാണ്. ഖാല യാ റസൂലല്ലാഹി മദ്ദീൻ, അദ്ദേഹം വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലെ ദീൻ എന്ന് പറഞ്ഞാൽ? അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ഹുസ്നുൽ ഖുലുഖ് ആണ് ദീൻ. വീണ്ടും അതേ മനുഷ്യൻ തങ്ങളുടെ ഇടത് വശം ചേർന്ന് വരുന്നു. അപ്പോഴും അദ്ദേഹം ചോദ്യം ആവർത്തിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി തന്നെ പറയാം. പിന്നീട് അയാൾ തങ്ങളുടെ പുറകു വശത്തൂടെ വന്നിട്ട് ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അമാ തഫ്ഖഹ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ? ഹു അല്ലാത്ത നീ സഹിഷ്ണുതയോടുകൂടെ പെരുമാറല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ച മതത്തിന്റെ പര്യായമായി തങ്ങൾ പഠിപ്പിക്കുന്നത് ഹുസ്നുൽ ഖുലുഖാണ്, അഥവാ സഹിഷ്ണുതയാണ്. ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഒരു ശക്തിയുള്ള ആൾ എന്ന് പറയുന്നത്, ഒരാളുടെ ശക്തി അളക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഗുസ്തി നോക്കിയിട്ടോ അദ്ദേഹം ആളുകളെ അടിച്ചൊതുക്കുന്നത് നോക്കിയിട്ടോ അല്ല. നിശ്ചയം ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ളവർക്ക് നേരെ അക്രമം അഴിച്ചുവിടാതെ അവന്റെ ശരീരത്തെ പിടിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തിയുള്ളവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിഷ്ണുതയുടെ എത്ര പാഠങ്ങളാണ് തങ്ങൾ കാണിച്ചത്. അഫു ലാ യസീദുൽ അബ്ദ ഇല്ലാ ഇസ്സ. മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു അടിമക്ക് അത് അവന്റെ ഔന്നിത്യത്തിന്റെയും അവന്റെ ഉയർച്ചയുടെയും അടയാളമാണ്. ഒരിക്കലും അത് അവനൊരു കുറവല്ല എന്നാണ്. തങ്ങൾ അത് വാക്കിലൂടെ മാത്രം പറയുന്ന ആളായിരുന്നില്ല, അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തവരായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിനഫ്സിഹി ഫീ ഷൈഇൻ ഖത്തു. വ്യക്തിപരമായ ഒരു വിഷയത്തിന് വേണ്ടിയും തങ്ങൾ ഒരാളോടും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞ ആളുകൾ, ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾ, ഇങ്ങോട്ട് തല്ലിയ ആളുകൾ, എറിഞ്ഞ ആളുകൾ, പരിഹസിച്ച ആളുകൾ, അവരോടൊന്നും തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികാരം ചെയ്തില്ല. സഹിഷ്ണുതയുടെ പര്യായമായിരുന്നു ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അറാബിയൻ ബാല ഫിൽ മസ്ജിദ്, ഒരു അറാബി വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു, മസ്ജിദുൻ നബവിയിൽ. ഫസാറ ഇലൈഹി നാസ് യഖഉ ബിഹി, അദ്ദേഹത്തെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു, അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅൂ, ഒന്നും ചെയ്യാൻ പാടില്ല, അയാൾ ഒന്നും ചെയ്യാൻ പാടില്ല, അയാളെ വിട്ടേക്കണം. വഹരിഖു അലാ ഖൗലിഹി ദനൂബ മിമ്മാ, ആ മൂത്രത്തിൽ നിങ്ങൾ വെള്ളമൊഴിച്ച് അതിന് കഴുകിക്കളയണം. മൂത്രയിച്ച ആളോടല്ല പറയണത്. മൂത്രയിച്ച ആൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി വന്ന അനുചരരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്യാൻ പാടില്ല, മാത്രമല്ല അയാളുടെ മൂത്രങ്ങൾ കഴുകിക്കളയാം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅസു മുഅസ്സിരീൻ, നിങ്ങൾ ആളുകളോട് സ്നേഹത്തോടെ സഹിഷ്ണുതയോടുകൂടെ പെരുമാറാൻ വേണ്ടിയാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. ആളുകൾക്ക് വിഷമവും ഞെരുക്കവും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കാനോ സമീപിക്കാനോ നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദു മിൻ ഹൗലിക്, നബിയെ അങ്ങ്
കഠിന ഹൃദയക്കാരനായിരുന്നെങ്കിൽ അങ്ങേക്ക് ചുറ്റും ലക്ഷങ്ങൾ കൂടില്ലായിരുന്നല്ലോ. 23 വർഷക്കാലത്ത് പ്രബോധനം കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നക്ഷത്ര തുല്യരായ ലക്ഷക്കണക്കിന് അനുയായികളെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയായിരുന്നു. അത്വാഇ ഇബ്നു യസ്സാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച വിശേഷണം ഒന്ന് പറഞ്ഞു തരുമോ? അദ്ദേഹം പറഞ്ഞു, അജൽ, പറഞ്ഞു തരാമല്ലോ. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില വിശേഷണങ്ങളൊക്കെ തൗറാത്തിലുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറ, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്, അത് തൗറാത്തിലുണ്ട്. വഹിർസൽ ലിൽ ഉമ്മയ്യീന അൻത അബ്ദി വറസൂലി സമ്മൈതുക മുതവക്കിൽ ലൈസ ബിഫദ്ലിൻ വലാ ഗലീദ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിന ഹൃദയക്കാരനോ ഗൗരവക്കാരനോ ആയിരുന്നില്ല. തിന്മയെ അതേ നാണയത്തിൽ തിന്മ കൊണ്ട് തിരിച്ചടിക്കാറില്ല, തിന്മ കൊണ്ട് പ്രതികരിക്കാറില്ല. പിന്നെയോ അവിടുന്ന് മാപ്പ് കൊടുക്കും. അവിടുന്ന് അക്രമികൾക്കാണെങ്കിൽ പോലും അവിടുന്ന് പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വിശ്രമിക്കാൻ വേണ്ടി തങ്ങളും അനുചരന്മാരും ഓരോ മരച്ചുവട്ടിൽ കിടക്കുകയാണ്. അപ്പോഴാണല്ലോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ നിന്ന് മാറി ഒരു മരച്ചുവട്ടിലാണ് ഉറങ്ങുന്നത്. ഒരു ശത്രു വന്നിട്ട് ആ മരത്തിന്റെ ചില്ലയിൽ കൊളുത്തിയിട്ടിട്ടുള്ള തങ്ങളുടെ വാളെടുത്തുകൊണ്ട് തങ്ങളെ തട്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്, നിങ്ങൾ ആരെ രക്ഷിക്കും? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശത്രുവിന്റെ മുന്നിൽ പതറുന്ന ഭീരുവായിരുന്നില്ല. ഏത് ശത്രുവിന്റെ മുന്നിലും ധൈര്യത്തോടുകൂടെ നിലയുറപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ധൈര്യശാലിയും കൂടിയാണ് മുത്തനബി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വഅശ്ജഅൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ ധൈര്യശാലിയും ധീരനുമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ശത്രുവിന്റെ വാളിന് മുന്നിൽ പതറിയില്ല. തങ്ങൾ പറഞ്ഞു, അല്ലാഹ്, എന്നെ രക്ഷിക്കാൻ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ അല്ലാഹു ഉണ്ട്. വിശ്വാസത്തിന്റെ അപ്രഖ്യാപനവും അല്ലാഹുവിന്റെ വിശുദ്ധമായ നാമവും ഉറച്ച വിശ്വാസത്തോടുകൂടെ പറഞ്ഞപ്പോ ശത്രുവിന്റെ കയ്യിൽ ആയുധം ഉറച്ചുകൊണ്ട് നിലത്ത് വീണു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വാളെടുത്തിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, മോനെ, ഇനി നിന്നെ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തും? അദ്ദേഹം ഭവ്യതയോടുകൂടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്, നാട്ടിലേക്ക് തിരിച്ചുവിടുകയാണ്. അദ്ദേഹം ജനങ്ങളുടെ തീർന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തെ ഏറ്റവും ഉത്തമനായ വ്യക്തിയുടെ സമീപത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുന്നുണ്ട്. ലോകത്തിന്റെ നേതാവായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന, സ്വന്തം വാളെടുത്തുകൊണ്ട് വധിക്കാൻ വേണ്ടി വന്ന ശത്രുവിന് അവസാനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണപ്പോ ഒന്ന് നോട്ടം കൊണ്ട് പോലും നോവിച്ചില്ല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കോപിച്ചില്ല അദ്ദേഹത്തോട്, വൈരാഗ്യ ബുദ്ധിയോടുകൂടെ പെരുമാറിയില്ല മുത്തനബി. അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് തിരിച്ചയക്കുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹിജറയുടെ വേളയിലാണല്ലോ സുറാഖ് ഇബ്നു മാലിക് അബൂജഹൽ പ്രഖ്യാപിച്ചിട്ടുള്ള 100 ഒട്ടകത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുറകിൽ കൂടിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ വാളുമേന്തി കടന്നു വരുന്ന സുറാഖത്തിനെ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ്, ഇതാ സുറാഖത്ത് തൊട്ടടുത്തെത്തിയിരിക്കുന്നു നമ്മളെ വധിക്കാൻ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ ധൈര്യം കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. തങ്ങളുടെ സമീപത്തെത്തുമ്പോൾ സുറാഖത്തിന്റെ കുതിരയുടെ കുളമ്പ് സുറാഖത്തിന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ കാഴ്ന്നു പോവുക. സുറാഖത്ത് വിളിച്ചു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് മാപ്പ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. സ്വന്തം പിറന്നു വീണ നാടിൽ ജീവിക്കാൻ സൗകര്യം കൊടുക്കാത്ത ശത്രുക്കള് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക വിട്ട് മദീനയിലേക്കുള്ള പാലായന വഴിയിൽ അപ്പോഴും തങ്ങളെ സന്തോഷത്തോടുകൂടെ വിടാൻ സമ്മതിക്കാതെ തങ്ങളെ പുറകെ കൂടി വധിക്കാൻ വേണ്ടി വാളുമേന്തി വന്ന ശത്രുവിന് മാപ്പ് കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങളുടെ ജീവിതം മുഴുവനും നാം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയാണ് നമുക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ ഭാര്യമാരോട്, മക്കളോട്, സ്ത്രീകളോട്, ചെറിയവരോട്, വലിയവരോട്, ശത്രുക്കളോട് പോലും
സഹിഷ്ണുതയോടുകൂടെയായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയതും. സഹിഷ്ണുതയോടുകൂടെയായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ജീവിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന ഈ മഹിതമായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ശീലമാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.